Dear student, Assalamu alaikum. Okay, then let us continue our chapter integers. Okay, then this is what we are going to discuss in this class. Okay, but before that, we want to solve some problems based on our division topic. Okay, then take solve 0 divided by 22. Solve 0 divided by 22. 0 divided by 22. Second one. Minus 64 divided by minus 8. Minus 64 divided by minus 8. Minus 64 divided by minus 8. Okay, then look. What is the answer of first one? 0 divided by 22. 0 divided by 22. 0 divided by 22. 0. Answer will be 0. Okay. 0 divided by 11 equal to 0. 0 divided by 33 equal to 0. 0 divided by 14 equal to 0. അപ്പോൾ 0നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും 0 ആയിരിക്കും ആൻസർ. ബിക്കോസ് 0നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല 0. അപ്പോൾ അതിൻ്റെ ആൻസറും എന്തായിരിക്കും 0 ആയിരിക്കും. 0 ഡിവൈഡ് ബൈ എനി നമ്പർ നമുക്ക് ആൻസർ വിൽ ബി 0. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. Minus 64 divided by minus 8. We know that dividend and divisor both same sign, then answer will be positive integer. Okay, then minus 64 divided by minus 8. ഇവിടെ dividend നെഗറ്റീവ് ഇൻറ്റിജർ ആണ്, ഡിവൈസറും നെഗറ്റീവ് ഇൻറ്റിജർ ആണ്. therefore ആൻസറിൽ എന്തായാലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കും, ആൻസർ ഒരു പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? Minus 64 divided by minus 8 equal to 8. Equal to 8. 64നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ will be 8. പോസിറ്റീവ് 8 ആയിരിക്കും, ബിക്കോസ് ഇവിടെ ഡിവിഡൻറ്റും ഡിവൈസറും സെയിം സൈഡ്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ്. ദെൻ യെസ്, നെക്സ്റ്റ് ടോപ്പിക്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഓക്കെ, properties of integers. Properties of integers. What is the properties of integers? Yes, closure property, commutative property, associative property. Very important properties of integers. Closure property, commutative property, associative property of integers. Okay, then first case, it is closure property integers in case of addition. അപ്പോൾ നമുക്ക് അഡീഷൻ്റെ കേസിലും സബ്ട്രാക്ഷൻ്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണം. സിമിലർലി നമുക്ക് അഡീഷൻ്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും സബ്ട്രാക്ഷൻ്റെ കേസിലും നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണം. അഡീഷൻ്റെ കേസിലും സബ്ട്രാക്ഷൻ്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണം ഇൻറ്റിജേഴ്സ് വെച്ച്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലോഷർ പ്രോപ്പർട്ടി. എങ്ങനെയാണ് ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക? അഡീഷൻ്റെ കേസിൽ നമുക്ക് ഇൻറ്റിജേഴ്സിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാം. ലുക്ക്, ഇൻ കേസ് ഓഫ് അഡീഷൻ what is closure property? In case of addition, what is closure property? Look, A and B are two integers. A and B are two integers. Then A plus B. Check A plus B. Here A and B are two integers. Okay, then check A plus B. അപ്പോൾ രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കുക, എന്നിട്ട് രണ്ടും ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ ആൻസറിൽ നമുക്കൊരു ഇൻറ്റിജർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ യെസ് ക്ലോസ്ഡ് എന്ന് പറയാം. ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് എന്ന് പറയാം. അതർവൈസ് നോട്ട് ക്ലോസ്ഡ്. Look, 3 and minus 2, the two integers. Okay, then 3 plus minus 2.
What is the answer? 3 plus minus 2. 3 plus minus 2 equal to 1. ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇൻഡിജേഴ്സ് ആഡ് ചെയ്യാണ്, വലുതിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് അല്ലേ, ബിഗ്ഗർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗ്ഗർ നമ്പറിൻ്റെ സൈന് കൊടുക്കും. നമ്മൾ അറിയാമല്ലോ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇൻഡിജേഴ്സ് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ രണ്ട് ഇൻഡിജേഴ്സ് എടുത്തു, 3യും -2. അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ ആൻസർ വിൽ ബി 1. ഓക്കെ, 3 plus -2 equal to 1. 1 ഒരു ഇൻഡിജർ അല്ലേ? a plus b ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ 1 ആണ്. 1 ഒരു ഇൻഡിജർ അല്ലേ? യെസ്. Therefore, in case of addition, integers are closed. ഏതൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, യു ക്യാൻ ചെക്ക് അതർ എക്സാമ്പിൾസ്. സെലക്ട് 2 integers and add a plus b. Okay, yes. Then next one, commutative property. No, before that, let's move the case of subtraction. ഓക്കെ, അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി അഡീഷൻ്റെ കേസിൽ ചെക്ക് ചെയ്തു. അപ്പോൾ രണ്ട് ഇൻഡിജേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്ത് നോക്കുമ്പോൾ എഗെയിൻ ഒരു ഇൻഡിജർ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? ദെർഫോർ നമ്മൾ അഡീഷൻ്റെ കേസിൽ ഇൻഡിജേഴ്സ് ക്ലോസ്ഡ്. Integers are closed under addition. Integers are closed under addition. Okay, then subtraction. In case of subtraction, subtraction case integers closed ആണ് or not നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ഷൻ്റെ കേസിലും ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ രണ്ട് ഇൻഡിജേഴ്സ് എടുക്കുക, സബ്ട്രാക്ട് ചെയ്യുക. ആൻസർ ഒരു ഇൻഡിജർ ആണെങ്കിൽ യെസ്, ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ, അതർവൈസ് നോട്ട് ക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ഷൻ്റെ കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. 5 and -4 are the two integers. Then subtract -4 from 5 means a minus b ചെയ്യാം. a minus b ചെക്ക് ചെയ്യാം. സബ്ട്രാക്ഷൻ്റെ കേസിൽ a minus b ചെക്ക് ചെയ്യാം. a mean 5, b equal to -4. Then check a minus b. Then check a minus b. Look, 5 minus -4 equal to 5 plus 4 equal to 9. Equal to 9. Yes, 9 is an integer. Therefore, integers are closed under subtraction. Integers are closed under subtraction. Okay, clear? യെസ്. അപ്പോൾ രണ്ട് ഇൻഡിജേഴ്സ് എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസറിൽ എന്ത് തന്നെ വരുള്ളൂ? ഒരു ഇൻഡിജർ തന്നെ വരുള്ളൂ. ഷുവർ. ദെയർഫോർ ഇൻഡിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, ക്ലിയർ? ദെൻ ഇറ്റ്സ് മൂവ് കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി എങ്ങനെ ചെക്ക് ചെയ്യുക? ഹൗ? എങ്ങനെയാണ് നമ്മളത് ചെക്ക് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലെ ക്ലോഷർ പ്രോപ്പർട്ടി, യെസ്, സെലക്ട് 2 integers then multiply. Means a and b are 2 integers. Then check a into b. Check a into b. Look, check a into b. Select 2 integers, 6 and 3. a 6, b 3. Then a into b, 6 into 3 equal to 18. 18 ഒരു ഇൻറ്റിജർ അല്ല? യെസ്. a into b ചെയ്യുമ്പോൾ ആൻസർ വിൽ ബി എ ഇൻറ്റിജർ. Therefore also multiplication എന്താണ്? ക്ലോസ്ഡ്. Integers are closed. Integers are closed under multiplication also. Integers are closed under multiplication. See, a and b are 2 integers, then a into b again a integer. Therefore, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്? യെസ്, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇൻറ്റിജർ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത്.
ഓക്കെ യെസ്. ഇനി അഥവാ ഒരു റാഷണൽ നമ്പറൊക്കെയാണ് കിട്ടിയിരുന്നെങ്കിലോ നോട്ട് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ബട്ട് കേസ് ഓഫ് അഡീഷനിലും സബ്ട്രാക്ഷനിലും മൾട്ടിപ്ലിക്കേഷനിലും നമുക്ക് ഒരു ഇൻറ്റിജർ തന്നെയാണ് കിട്ടുന്നത്. അഡീഷൻ്റെ കേസിൽ എ പ്ലസ് ബി ചെയ്യുമ്പോൾ ഒരു ഇൻറ്റിജറാണ് കിട്ടുന്നത്. സബ്ട്രാക്ഷൻ്റെ കേസിൽ എ മൈനസ് ബി ചെയ്യുമ്പോൾ ഒരു ഇൻറ്റിജറാണ് കിട്ടുന്നത്. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ ഒരു ഇൻറ്റിജറാണ് കിട്ടുന്നത്. therefore ഈ 3 കേസിലും ഇൻറ്റിജേഴ്സ് ക്ലോസ്ഡ്. ഓക്കെ ക്ലോസ്ഡ്. ദെൻ ഡിവിഷൻ. ഡിവിഷൻ്റെ കേസിൽ ഇൻറ്റിജേഴ്സ് ക്ലോസ്ഡ് ആണോ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. യെസ്. ഡിവിഷൻ്റെ കേസിൽ നമുക്ക് ചെക്ക് ചെയ്യാം. യെസ്. ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി. ഡിവിഷൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി നമുക്ക് ചെക്ക് ചെയ്യാം. യെസ്. Select 2 integers. Yes. 10 and 5. 10, 5. Then A divided by B means 10 divided by 5. 10 by 5 equal to 2. Integer. Then select another example. Okay. Yes. Yes. 3 divided by 13. A 3, B 13. Then 3 divided by 13. 3 divided by 13. 3 by 30. It's not an integer. 3 by 13 എന്നുള്ളൊരു ഇൻറ്റിജർ ആണോ? നോ. 3 by 13 എന്നുള്ളതൊരു ഇൻറ്റിജർ ആണോ? നോ. ഇൻറ്റിജറിൻ്റെ സെറ്റ് നമുക്കറിയാലോ. ഇൻറ്റിജറിൻ്റെ സെറ്റ് 0, 1, 2, 3 എക്സെട്ര -1, -2, -3 എക്സെട്ര. ആ സെറ്റ് ഉണ്ടോ? 3 by 13 ഇറ്റ്സ് നോട്ട് ആൻ ഇൻറ്റിജർ. യെസ്, ദിസ് ഇസ് എ റാഷണൽ നമ്പർ. Therefore in case of division integers are not closed. In case of division integers are not closed because look at this example. 3 and 13 are 2 integers. Divide 3 divided by 13. നമുക്ക് എന്താ കിട്ടുന്നത്? 3 by 30. ഒരു ഇൻറ്റിജർ അല്ല കിട്ടുന്നത്. ഇൻറ്റിജർ അല്ല കിട്ടുന്നത്. Therefore integers are not closed under division. ഡിവിഷൻ എല്ലാം ഇപ്പോൾ 2 ഇൻറ്റിജേഴ്സ് എടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇൻറ്റിജർ തന്നെ കിട്ടുമോ? ഇല്ല. ഒരു കേസിൽ കിട്ടി 2. ആൻസർ കിട്ടിയത് ഇൻറ്റിജർ ആണെന്ന് പറയാം. ബട്ട് എല്ലാ കേസിലും ഓൾ കേസ് നോട്ട് പോസിബിൾ ബിക്കോസ് 3 divided by 13 equal to 3 by 13. Okay, it is not an integer. It's a rational number. Therefore integers are not closed under division. Integers are not closed under division, but closed under addition, closed under subtraction, closed under multiplication also, but not closed under division. Clear this? Then commutative property. Then let us move commutative property of integers. Commutative property of integers. Commutative property of integers. അപ്പോൾ commutative property എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? Look, A and B are 2 integers. Then check in case of addition എങ്ങനെയാണ് commutative property? എങ്ങനെയാണ് commutative property ചെക്ക് ചെയ്യുക? A and B are 2 integers. Then addition കേസിലാണെങ്കിൽ A plus B equal to B plus A. A plus B equal to B plus A ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു കണ്ടീഷൻ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കമ്മ്യൂട്ടേറ്റീവ്, അതർവൈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി സബ്ട്രാക്ഷൻ്റെ കേസിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? സബ്ട്രാക്ഷൻ്റെ കേസിൽ യെസ് A and B are 2 integers. Then check A minus B equal to B minus A. A minus B equal to B minus A. Okay,
Then multiplication case എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? Multiplication കേസിൽ a into b equal to b into a. This satisfy ചെയ്യുന്നുണ്ടെങ്കിൽ yes, commutative. Yes, commutative. If satisfy, okay, then take examples. Commutative property check ചെയ്യാം. നമുക്ക് ഇവിടെ a b അങ്ങനെ രണ്ട് ഇൻഡിജേഴ്സ് സെലക്ട് ചെയ്യാം, 5 and -3. a 5 b -3. Then a plus b means 5 plus -3 equal to 5 minus 3 equal to 2. Then b plus a -3 plus 5 -3 plus 5 equal to equal to 5 minus 3 equal to 2. Here a plus b equal to b plus a 2. 5 plus -3 ചെയ്തപ്പോഴും 2 ആണ് ആൻസർ. -3 plus 5 ചെയ്തപ്പോഴും 2 ആണ് ആൻസർ. ഓക്കെ, therefore yes, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് in case of addition integers are commutative. In case of addition integers are commutative. In case of addition integers are commutative. Okay, case of addition integers are commutative. രണ്ട് ഇൻഡിജേഴ്സ് എടുത്തിട്ട് നമ്മൾ a plus b equal to b plus a ആണോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലായ്പ്പോഴും എന്തായിരിക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. Therefore integers are commutative under addition. Okay, then yes, subtraction. Check a minus b equal to b minus a. Select a and b. Okay, 6 and 4. Then a minus b means 6 minus 4 equal to 6 minus 4 equal to 2. Then 4 minus 6 equal to minus 2. But here 2 not equal to minus 2. Therefore a minus b not equal to b minus a. Subtraction കേസിൽ a minus b b minus a നോട് ഈക്വൽ ആവുന്നുണ്ടോ? No, not equal. Therefore subtraction of integers is not commutative. Subtraction of integers is not commutative. Subtraction of integers is not commutative. Take these examples. Okay, yes. Then multiplication, okay, is minus 7 and minus 6. Okay, minus 7 and minus 6 are the two integers. Then find a into b means minus 7 into minus 6 equal to 42. Then check minus 6 into minus 7. Minus 6 into minus 7 equal to 42. Again 42, same answer. Repeat. Okay, 42 equal to 42. Minus 7 into minus 6 equal to minus 6 into minus 7. Therefore, yes, the രണ്ട് കേസിലും ആൻസർ means a into b equal to b into a satisfy ചെയ്യുന്നു. A into b equal to b into a satisfy ചെയ്യുന്നു. Therefore, integers are commutative, or multiplication of integers are commutative. Multiplication of integers are commutative. Multiplication of integers are commutative because a into b equal to b into a. Yes. Then division. Check a divided by b equal to b divided by
a. Here a and b are two integers. Okay, then example, yes, 12 and 4. 12, 4. Then check a divided by b. 12 divided by 4 equal to 12 by 4 equal to 3. Then 4 divided by 12. 4 check b divided by a means 4 divided by 12 equal to 4 by 12 equal to 1 by 3. 1 by 3. 3 not equal to 1 by 3. 3 not equal to 1 by 3. Therefore, a divided by b not equal to b divided by a. A divided by b not equal to b divided by a. Therefore, yes, division of integers is not commutative. Division of integers is not commutative. Division of integers is not commutative. Okay? Clear? Then, yes, then associative property. Associative property of integers. Associative property of integers. First case, addition. Addition case associative property check here. Associative property check here. Suppose a, b and c are three integers. Then check a plus b plus c equal to a plus b plus c. ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. എ ബിയും സിയും നമ്മൾ ആഡ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ബി പ്ലസ് സിക്ക് ഒരു ബ്രാക്കറ്റ് കൊടുത്തു, ഇവിടെ എ പ്ലസ് ബിക്ക് ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഈ ഒരു അസോസിയേറ്റിവിറ്റി ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അസോസിയേറ്റിവിറ്റി ഒരു ഗ്രൂപ്പ് അറേഞ്ച്മെന്റ്, എയും ബിയും സിയും 3 ഇൻറ്റിജേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അറേഞ്ച്മെന്റ് ചേഞ്ച് ചെയ്ത് നോക്കുക. ബ്രാക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ട് കേസിലും ഒരേ ആൻസറാണ് കിട്ടുന്നതെങ്കിൽ യെസ് അസോസിയേറ്റീവ് എന്ന് പറയാം. ഓക്കെ, എന്നാൽ സബ്ട്രാക്ഷൻ്റെ കേസിൽ എങ്ങനെയാണ് അസോസിയേറ്റിവിറ്റി? എ മൈനസ് ബി മൈനസ് സി ഈക്വൽ ടു എ മൈനസ് ബി മൈനസ് സി ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും സെയിം ആൻസർ ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സെയിം ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ യെസ് അസോസിയേറ്റീവ്, അതർവൈസ് നോട്ട് അസോസിയേറ്റീവ്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ യെസ് എ ഇൻറ്റു ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം കിട്ടുന്ന ആൻസറും ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആണെങ്കിൽ യെസ് അസോസിയേറ്റീവ്. ഓക്കെ, അപ്പോൾ ഡിവിഷൻ്റെ കേസ് എങ്ങനെയായിരിക്കും? ഡിവിഷൻ്റെ കേസ് യെസ് എ ഡിവൈഡഡ് ബൈ ബി ഡിവൈഡഡ് ബൈ സി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി ഡിവൈഡഡ് ബൈ സി ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ് ഫസ്റ്റ് കേസ് അഡീഷൻ. Yes, A, B and C. 3 minus 5, 7. 3 minus 5, 7. Then first check A plus B plus C means 3 plus minus 5 plus 7 equal to 3 plus ആദ്യം ഈ ബ്രാക്കറ്റിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യാം. ഓക്കെ, മീൻസ് minus 5 plus 7. What is the value of minus 5 plus 7? 2. 3 plus 2, 5. 5 is the answer. This case. Okay, then ഇത് ചെയ്യാം. A plus B plus C.
എ പ്ലസ് ബിക്ക് ബ്രാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് എ പ്ലസ് ബിക്ക് ബ്രാക്കറ്റ് കൊടുക്കുക, ദെൻ സി ആഡ് ചെയ്യുക. അപ്പോൾ എ പ്ലസ് ബിക്ക് ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ 3 പ്ലസ് മൈനസ് 5 പ്ലസ് 7 ഓക്കെ ഈക്വൽ ടു 3 പ്ലസ് മൈനസ് 5 മൈനസ് 3 പ്ലസ് മൈനസ് 5 മൈനസ് 2 പ്ലസ് 7 ഈക്വൽ ടു 5. 5 equal to 5. A plus B plus C equal to A plus B plus C. Yes, രണ്ട് കേസിലും same answer. Therefore, yes, the addition of integers is associative. The addition of integers is associative. Addition of integers is associative. Okay. Then subtraction the case. Subtraction the case. Okay. Then yes. Subtraction the case. നമുക്ക് associative property. Yes. 14, 8, 5. 14, 8, 5. Then first A minus B minus C. 14 minus 8 minus 5 equal to 14 minus 8 6. 6. Then 6 minus 5 equal to 6 minus 5 equal to 1. Okay, then check A minus B minus C mean 14 minus 8 minus 5. 14 minus 8 minus 5 3. 14 minus 3 14 minus 3 11. 1 not equal to 11. 1 not equal to 11. Yes. 1 not equal to 11. Therefore, in case of subtraction, integers are not associative. In case of subtraction, integers are not associative. Integers are not associative. Okay. Then multiplication. 3, 4, 2. First check A into B into C. 3 into 4 into C. Sorry, into 2. 3 into 4, 12. 12 into 2, 24. Okay, then A into B into C. A into B into C. A into B into C. 3 into 4 into 2, 8 equal to 24. Yes, A into B into C equal to A into B into C here. 24 equal to 24. രണ്ട് കേസിലും same answer. Therefore, integers are associative under multiplication. Integers are associative under multiplication. Okay? Yes. Then. Okay. Yes. Division. Division. Okay. (24) 8 minus 2. 24 8 minus 2. Then first A divided by B divided by C means 24 divided by 8 divided by 2. Okay, 24 divided by 8 3 divided by 2 equal to 3 by 2. 3 divided by 2 3 by 2. Okay, then check A divided by B divided by C. Okay, here A divided by B divided by C means 24 divided by 8 divided by minus 2. Okay, 24 divided by 8 divided by minus 2 minus 4 equal to 24 divided by minus 4 minus 6. Minus 6 not equal to 3 by 2. Minus 6 not equal to
Yes, minus 6 not equal to, sorry, here minus 2, put minus, I forgot, put here minus, therefore answer will be minus 3 by 2. But minus 3 by 2 not equal to minus 6. Minus 3 by 2 not equal to minus 6. Therefore, integers are not associative under division. Okay, but associative under addition. Not associative under subtraction. Associative under multiplication, but not associative under division. Okay, yes. Then, okay, then fill in the blanks. Fill in the blanks. This is your homework. Okay, homework. Fill in the blanks. Fill in the blanks. Fill in the blanks. 452 plus 634 equal to dash plus 452. Second question. 76 into 53. 76 into 53 equal to dash into 76. 76. Okay, then another homework. Solve minus 343 divided by minus 7. Okay. See you next class. Thank you.